ഇനി നമുക്ക് പീഡിയാട്രിക് കണ്ടീഷൻ ഉണ്ടാകുന്ന ഡിസീസസ് എന്താണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഉള്ളതാണ് ഗ്ലൂമറോനെഫ്രോട്ടിക്സ്. ഗ്ലൂമറുലാർ ഇൻഫെക്ഷനെ ആണ് നമ്മൾ ഗ്ലൂമറോനെഫ്രോട്ടിക്സ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഡിസ്ട്രക്ഷൻസ്, സ്ക്ലറോസിസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുമൂലം കിഡ്നി ഫങ്ഷൻസ് ലോസ് ആകുന്നു. സോ അതൊരു ക്രോണിക് കണ്ടീഷനായി മാറുന്നു. അത് ഏർലിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ശരീരത്തിൽ എവിടെയാണെങ്കിലും ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ കൊണ്ടും ഗ്ലോമോനെഫ്രോട്ടിക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്മ്യൂണോളജിക്കൽ ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, പിന്നെ ആൻറ്റിജൻ ഗ്രൂപ്പ് എ, ഹെമലോലൈറ്റ് സ്റ്റെഫിലോകോക്കൽ ഇൻഫെക്ഷൻ ഓഫ് ഫാരക്സൈഡ് ഓർ സ്കിൻ. പിന്നെ ഫാരഞ്ചൈറ്റീസ് ഓർ ടോൺസിലൈറ്റീസ് 2 to 3 വീക്സ് ഉണ്ടാവും. പിന്നെ ഇനി നമുക്ക് ടൈപ്സ് നോക്കാം. അക്യൂട്ട് ആയിട്ടുണ്ട്, ക്രോണിക് ആയിട്ടുണ്ട്. അക്യൂട്ട് എന്നാൽ സഡൻ ആയിട്ടുണ്ടാകുന്നതാണ്. ഇനി ക്രോണിക് കേസസിൽ സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ആണ്. ഇനി നമുക്ക് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കിഡ്നി ഫെയിലിയർ, പൾമിനറി എഡീമ, ഹൈപ്പർ ടെൻസീവ്, പിന്നെന്താണ് എക്കിഫലോപ്പതി, പിന്നെ ഹേർട്ട് ഫെയിലിയർ, അതൊക്കെയാണ്. ഇനി നമുക്ക് അസസ്മെൻറ്റ് നോക്കാം. എഡീമ ഉണ്ടാവും, ഡിക്രീസ്ഡ് യൂറിൻ, പിന്നെ ഔട്ട്പുട്ട് അനോക്സിയ, പിന്നെ ഹെമാറ്റൂറിയ, അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി ആൻഡ് ലെത്താർജി, ഹൈപ്പർ ടെൻഷൻ, എക്സോട്ടീമ. പിന്നെ ഇനി ഇതിലത്തെ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റൽ സൈൻസ് ആൻഡ് മോണിറ്റർ ചെയ്യുക, ഇൻടേക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യുക, വെയിറ്റ് മോണിറ്റർ ചെയ്യുക, മോഡറേറ്റ് ലെവൽ ഓഫ് പ്രോട്ടീൻ വേണം നൽകാനായിട്ട്. എഡീമ അനുസരിച്ചിട്ട് സോഡിയം റെസ്ട്രിക്റ്റ് ചെയ്യുക. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ്ഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഗെറ്റ് അപ്ലിക്കേഷൻ നൽകുക. മെഡിക്കേഷൻസിൽ അനാലജിക് നൽകുക. കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഹെഡ് ഏക്സ്, ഇൻഫെക്ഷൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.